अच्छा ये मार्को है। हाँ ये मार्को है। मुझे लगा वो बंदा जिसने उसको मारा। वो तो वहाँ बैठा है। भाई वो कितने सेम है। और ये बोल रहा है सबको तुम्हें मारूंगा और तुम्हारे खून में तुम बनूंगा। हाँ वही वही वही। हे गाइस, वेलकम बैक टू आवर चैनल। तो हम आ गए हैं मार्को के बिल्कुल एक और नए पार्ट के साथ। और यार बहुत ही जबरदस्त मूवी चल रही है। फाइनली जो मार्को है उसका इंट्रो सीन भी आ गया है और हम लोगों को पता लगा कि जो मार्को है, जो वो ब्लाइंड आदमी था, उसका वो भाई है। और अब यार उसकी क्या वो लड़ता, उसकी पर्सनैलिटी बहुत ही अलग दिखाई है। बाकी अब वो जब उसको पता लगेगा कि उसका भाई मर गया है तो उस चीज का वो कैसे बदला लेगा वो भी हम जानेंगे। मतलब कि इतना हमें तो जब जैसे सेकंड पार्ट में ये मार्को है, माय गॉड इतना ज्यादा तगड़ा फाइटर दिखाया है इसके अंदर। और मतलब जैसे ये लोगों को खत्म कर रहा है ना, और फिर उसके बाद में जब पता चला कि ये क्या पता विक्टर इसी का ही भाई हो, तो फिर तो ये बहुत ही बुरी हालत करने वाला है बाकी सबकी। बाकी इस पार्ट में देखते हैं कि क्या होता है कि मार्को को जब पता चलता है कि विक्टर नहीं रहा तो वो कैसे रिएक्ट करता है। वही, सो फिर आप भी देखिए, हम भी देखते हैं। लेट्स स्टार्ट। क्या पर्सनालिटी മുറിക്കേണ്ട സമയത്ത് തന്നെ മുറിക്കണം. എന്താ വല്യ പച്ച, ആർക്കാ ഇപ്പൊ ഇവിടെ വീതം വെക്കേണ്ടത്? എനിക്കല്ല, കണ്ണ് കാണാത്തവനാണെങ്കിലും വിക്ടർ ഇല്ലേ, പിന്നെ ആൻസി അവള് പറഞ്ഞോ? ഊവച്ചയ ഞാൻ പറഞ്ഞായിരുന്നു 3 ഭാഗമായിട്ട് വീതിക്കണം. 3 അല്ല 4. ഏത് ആ തന്തയാരെന്നറിയാത്ത നായയാണോ നാലാമൻ? വല്യപ്പച്ച മര്യാദ. अच्छा मार्को को ना कुत्ता बोलते हैं। അച്ഛൻ ഈ മാർക്കോട് എന്താ ഇത്ര വലിയ ഇഷ്ടം? നമ്മുടെ കൂടെ പറപ്പൊന്നും അല്ലല്ലോ, സ്വന്തം ചോരയോടില്ലാത്ത ഇഷ്ട എങ്ങ് നിന്ന് വന്നു കയറി ഒരുത്തനോട്. അതെന്നെ പഠിപ്പിച്ചത് എന്റെ बट वो मतलब उसकी फैमिली वाले उसको अपना नहीं रहे। ഒരു ദിവസം അവൻ എവിടെ നിന്നോ വിളിച്ചോണ്ട് വന്ന് ഇവിടെ താമസിപ്പിച്ച് അങ്ങേരുടെ അപ്പന്റെ പേരും കൊടുത്തു, മാർക്കോ. അതായത് എന്റെ നിന്റെ അപ്പാപ്പൻ സാക്ഷാൽ മാർക്കോ. അതെനിക്കോ വിക്ടറിനോ അല്ല അപ്പച്ചൻ തന്നത്, നീ പറഞ്ഞ ദത്തുപുത്രനാ. അല്ല, എന്നു മുതൽ അവൻ നിനക്ക് കൂടപ്പറപ്പ് അല്ലാതായത്? സ്വത്ത് വീതം വെച്ചപ്പോഴും അപ്പച്ചൻ ഉണ്ടാക്കിയതിനേക്കാൾ കൂടുതൽ ഈ ജോർജ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം, എങ്ങനെ വീതം വെക്കണമെന്നൊക്കെ ജോർജിന് അറിയാം കേട്ടോ. നിന്റെ അപ്പൻ അവൻ എവിടെ നിന്ന് കൊണ്ടുവന്നതായാലും ഇനി അവന്റെ ചോരയായാലും ബാസ്റ്റഡ് തന്നെയാണ്. ഒരു തറവാട്ടിലും പിഴച്ചുണ്ടാവുന്നവന് സ്വത്ത് എഴുതി കൊടുക്കാറില്ല. വല്യപ്പച്ചൻ പറയണേലും അർഹതപ്പെട്ടവർക്ക് തന്നെയാണ് സ്വത്ത് കിട്ടേണ്ടത്. ഇച്ചാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ കോട്ടയത്തെ തോട്ടവും കൊരട്ടിയിലെ പറമ്പൊക്കെ നോക്കണ ഈ വല്യപ്പച്ചനാണ്. അവിടുത്തെ ആദായത്തെ പറ്റി നമുക്ക് സംസാരിക്കണ്ടേ? എല്ലാം നമുക്ക് മാത്രം ഉള്ളതല്ലേ? അത് നിയമത്തിൽ വരുന്ന കാര്യം. പിന്നെ സ്വത്ത് കണ്ണി കണ്ടവർക്ക് അനുഭവിക്കാനുള്ളല്ലോ. വെറുതെ അല്ല കർത്താവ് നിന്നെ കണ്ണുപൊട്ടനാക്കിയത്. നിന്റെയൊക്കെ തന്തയുടെ സ്ഥാനത്താ ഞാൻ. തന്തയുടെ സ്ഥാനത്ത് എന്നല്ലാതെ തന്തയാവാൻ നോക്കണ്ട. विक्टर अंधा रहने दो, लेकिन जो बोलता है ना। സോറി ചേട്ടത്തി, പറയേണ്ടത് പറയണം. ആർക്കോ ഞങ്ങൾക്കാരെന്ന് ഈ പുറത്തുനിന്ന് വന്ന വല്യപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട്. और ये अपने भाई से प्यार करता था। വല്യപ്പച്ചോ കേട്ടല്ലോ, വിക്ടറിന് വരെ പ്രാപ്തിയായി. അതുകൊണ്ട് ഇനി പുറത്തുനിന്ന് ആരുടെ ഉപദേശം ആവശ്യമില്ല. पर विक्टर जो मार्कोस को ऐसा दिखाया गया है, कैसा बंदा जो फैमिली वाले पसंद नहीं करते, पर विक्टर करता है विक्टर भी सिगरेट पीता है। മാർക്കോ, എനിക്ക് കാഴ്ച കിട്ടിയ ആരെയാണ് ആദ്യം കാണേണ്ടതെന്ന് അറിയാം. ഞാൻ പറയട്ടെ? പറയണ്ട. നീ എന്റെ പേര് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് വിഷമോ? നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് സിഗരറ്റ് വലിക്കരുത്. സിഗരറ്റ് കളയടാ, ഇവനെ കൂടെ ചീത്തയാക്കുമല്ലോ. സിഗരറ്റിന്റെ സ്മെൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. നീ മേലെ സിഗരറ്റ് വലിക്കുന്നത് കണ്ട നിന്റെ തലമണ്ട ഞാൻ അടിച്ചു പൊളിക്കും. कितना नौटंकी है विक्टर भाई। बेचारा यार।
വിക്ടർ എന്നെ സ്നേഹിച്ചത്രയും തിരിച്ച് ഞാൻ അവനെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് നിശ്ചയമില്ല. കർത്താവേ, നിന്റെ എല്ലാ പരീക്ഷണങ്ങൾക്കും നിന്ന് തന്ന ഒരു പാവമായിരുന്നു അത്. അവൻ എല്ലാ പാപങ്ങളിൽ നിന്നും നീ മോചനം കൊടുത്ത് അവന്റെ എല്ലാ പ്രാർത്ഥനകൾക്കും उत्तरम കൊടുക്കണം. भाई ये है तो देखा जाए हार्टफुल ही है उनकी फैमिली के लिए. സംരക്ഷിച്ചവർ അറിയണം അതിനും ഒരു ഇടയനുണ്ടായിരുന്നു. यार एक चीज समझ नहीं आ रही, मतलब बदला जिन्होंने लेंगे विक्टर भाई, को मारा है वो family. सबके सब वाम्पर ही है, ऐसा कैसे? वही शायद कुछ ना कुछ लिंक्ड है, ये कोई बिजनेस या कुछ पता नहीं. और ये बंदा वापस, यही बंदा वापस इसके डिस्क्रिमिनेशन में भी आ गया. शर्म नहीं आती इतना, वसीम के भी और विक्टर के भी. पर इनका कुछ ना कुछ लिंक तो है. पर क्या वो हमें जानना है. ओ भाई ऊपर ही बोल रहे, इधर आके ही कह रहे मैं तुम्हें उसको मारूंगा. बेशरम, अपने आप को मार फिर. नौटंकी. ചോര കൊണ്ട് ഞാൻ അവരെ കുളിപ്പിക്കും. ओ भाई, अच्छा ये मार्को है. हाँ ये मार्को है. मुझे लगा वो बंदा जिसने उसको मारा. वो तो वहाँ बैठा है. हाँ, भाई मार्को वो है. कितने सेम है. हाँ, और ये बोल रहा है सबको तुम्हें मारूंगा, तुम्हारे खून में तुम बहोगे. हाँ वही वही वही. ओ भाई साहब, अब होने वाली मूवी की एक्चुअल स्टार्टिंग. പള്ളി കയറി ഒന്ന് പ്രതികാരം ചെയ്യുന്നൊക്കെ വിളിച്ചു പറയാൻ നീ ആരാടാ? കുരുത്തം അത് വണ്ടേ ഇല്ലല്ലോ. ജോർജ് അച്ചായനും അത്ര മോശമൊന്നുമല്ല. ഇവിടെ എല്ലാരും കൊണ്ടും കൊടുത്തും തീരണം, അതാ ഇവന് വേണ്ടേ. ആ അത് ശരിയാ, എല്ലാരും തീർന്നാൽ അത്രയും നല്ലതാണ്. ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തർ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെയാ. ഇവിടെ ബിസിനസ് ആണെന്നും പറഞ്ഞ് ഓരോരുത്തരെ കൊല്ലാൻ നടക്കുക, ഗുണ്ടകളെ പോലെ. ചേട്ടൻ ഗുണ്ട. सब इसको गंदा ही ट्रीट करते हैं, അല്ല അങ്ങനെയാ നാട്ടുകാർ പറയുന്നത്. पर डरते भी सब वैसे. എന്റെ അമ്മ മറിയ 3 പ്രസവിച്ചിട്ടുള്ളൂ. വിക്ടറും ആൻസിയും പിന്നെ ഈ ഞാനും. നീ ആരാണെന്ന് എപ്പോഴും ഓർമ്മ വേണം. വിക്ടറിന്റെ മരണത്തിൽ എനിക്കില്ലാത്ത സങ്കടമൊന്നും നിനക്ക് വേണ്ട. അല്ലെങ്കിൽ തന്നെ പ്രതികാരം ചെയ്യാൻ നീ ആരാടാ? അവന്റെ കൂടെ പിറപ്പോ, അവന്റെ ചോരയോ? അതെ, വിക്ടർ എന്റെ ചോരയാണ്. അവൻ എന്റെ കൂടെ പിറപ്പാണ്. यार പറഞ്ഞാലും ആട്ടി നിർത്തിയാലും ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ നിങ്ങൾ എന്റെ അച്ഛനാണ്. यार ये मतलब मार्को जैसा मर्जी रहने दो, पर ये मानता है इनको अपने भाई से. हाँ इसकी फैमिली एक्सेप्ट नहीं करती है शायद, इसको कुछ ये कह रहे हैं मैं तो एंटी को विक्टर को वही. भाई बहन. അച്ഛൻ वही वही वही. ദൈവം അവനെ കാഴ്ച കൊടുത്ത അവൻ ആദ്യം ആരെ കാണുന്നോർത്ത് നിങ്ങൾ പേടിച്ചില്ലേ? നിങ്ങൾ ഞാനും അത്രയും അവനെ സ്നേഹിച്ചതല്ല. എന്നാ പിന്നെ നീ പോയിട്ട് ചത്തു തൊലേ. മോനെ മാർക്കോ, നീ ഇച്ഛാന്റെ പിന്നാലെ വരരുത്. ആരുടെയൊക്കെ വിട്ടുവീഴ്ചയാടാ എന്റെ ജീവിതം. നിന്നെ ഈ കുടുംബത്തിന് ആവശ്യമുണ്ട്. അവന് വേണ്ടി ये भी कहीं ना कहीं प्यार तो करते ही है मार्को से. पर इसके लिए बहुत बड़ा लॉस है मार्को के लिए विक्टर की डेथ. वो उसको विक्टर ही दिख रहा है अभी भी.
താനെന്താ എപ്പോഴും ഇങ്ങനെ സാഡായിട്ട് ഇരിക്കുന്നത്? ഞാനോ? നോ മാൻ. സി മാർക്കോ, കണ്ണ് കാണാൻ പറ്റാത്ത ഞാൻ വരെ എന്ത് ഹാപ്പിയാ. എനിക്ക് ഈ കാറൊക്കെ ഓടിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പറ്റുമോ? इतना मतलब अच्छा बोला है. സ്റ്റിൽ ഐ എം ഹാപ്പി. ये विक्टर था तो बहुत अच्छा, വണ്ടി ഓടി. डाउन टू अर्थ टाइप बंदा. മാർക്കോ, യു ക്രേസി. ये गाड़ी चला रहा है भाई साहब. यार इनकी बॉन्डिंग बहुत सही थी दोनों की. Victor is my blood. വിക്ടർ എന്റെ ചോരയാണ്, അവൻ എന്റെ കൂടെ പിറപ്പാണ്. ये पार्ट तो बहुत ही इमोशनल पार्ट था, मतलब कि कैसे मार्को को पता चलता है, और मार्को मतलब मुझे मार्को बहुत सही लगा कि मतलब वो माना कि वो बहुत गंदे तरीके से मारता है, बहुत गुंडा टाइप से, बट वो विक्टर से बहुत प्यार करता है. उसने ये बोला कि विक्टर मेरा ब्लड है, विक्टर मेरा भाई है, विक्टर के लिए मैं कुछ भी कर सकता हूँ. और मतलब कि विक्टर को जिन लोगों ने मारा है उन सबको मैं उन्हीं के खून में एकदम भर दूंगा, एक एक को चुन चुन के मारूंगा. तो मतलब कैसे दिख रहा है कि जो विक्टर और जो मार्को, उनकी बॉन्डिंग बहुत ही ज्यादा स्ट्रॉन्ग है, मतलब बहुत ही प्यार है उनके अंदर. Right. पता नहीं शायद ये रियल ब्रदर्स नहीं है या क्या सीन है, बट इनके अंदर बहुत प्यार है. और कैसे वो पास्ट के वो जो मोमेंट्स है उनको याद कर रहे थे, वो कितने स्वीट लग रहे हैं. बाकी तो विक्टर तो अब नहीं रहा, तो अभी तो बहुत चलेगा सिस्टम सही, ऐसे स्लो स्लो की कैसे इसको याद आ रही है, कैसे उसके पापा को याद आ रही है. बाकी बस मुझे तो एक ही चीज समझ नहीं आ रही कि वो लोगों ने विक्टर को मारा तो वो सारे वहां कैसे बैठे थे, मतलब कि मार के भी वो लोग वहां बैठे थे एकदम फ्रीली. और मुझे ऐसा लग रहा है कहीं ना कहीं मार्को को और उनकी फैमिली को पता है कि विक्टर को किसने मारा है, कि उन लोगों ने मारा है, शायद इनको पता है ये बात. बाकी तो मैं अगले पार्ट में पता चलेगा कि कैसे मतलब मार्को ये चीज फाइंड आउट करता है कि किसने विक्टर को मारा है और कैसे मारा है, फिर उनको चुन के मारता है नहीं मारता है. और मतलब कि यार सीरियसली मार्को को बहुत अफेक्ट करी है विक्टर की डेथ. और क्योंकि मतलब कि वो दोनों की बॉन्डिंग भी बहुत अच्छी थी. विक्टर उसके साथ सिगरेट पीता था और कैसे मतलब कि वो बोलता है, विक्टर समझाता है मार्को को कि भाई तुम खुश रहो, और अगर मेरे जैसे इंसान खुश रह सकते हैं तो तुम क्यों खुश नहीं रहते, है ना. तो फिर वो बोलता है कि मैं तो गाड़ी चलाना चाहता पर मैं नहीं चला सकता, फिर भी मार्को उसको चलाने देता है. तो लाइक यार उन दोनों की बॉन्डिंग बहुत ज़्यादा अच्छी थी. आप देखेंगे कि मार्को रिवेंज तो लेगा ही लेगा, और अब एक्चुअल मूवी स्टार्ट होगी. तो गाइस यही था हमारा रिएक्शन. आप लोगों को कैसा लगा प्लीज कमेंट करके जरूर बताइएगा. अगर अच्छा लगे तो प्लीज इस पार्ट को लाइक करिए, शेयर करिए, कमेंट करिए. बाय.